Hello, dear students. Assalamu alaikum wa rahmatullah. كيف حالكم؟ زين؟ الحمد لله زين. أيها الطلاب الأحباء، نحن نناقش في درسنا الماضي الحكم والأمثال في اللغة الإنجليزية، ونحن نترجم إلى اللغة العربية. ഡിയർ സ്റ്റുഡൻസ്, ഞാൻ പറഞ്ഞ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? അറബിയിൽ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില പ്രോവർബുകളാണ് പഠിച്ചത് അല്ലേ? ചില പഴഞ്ചൊല്ലുകൾ. അതിന് അറബിയിൽ പറയുന്ന പേര് ഹിക്കം എന്നാണ്. ഹിക്കം എന്നാണ് അതിന് പറയാം, അല്ലെങ്കിൽ അംസാൽ. ഹിക്കം അൽ അംസാൽ എന്നാണ് അതിന് പറയാം. അതിപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ചില ഇംഗ്ലീഷ് പ്രോവർബുകൾ അറബിയിലാക്കി പഠിച്ചിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയായിരുന്നു അത് ഓർക്കുന്നില്ലേ? യൂണിറ്റി ഈസ് സ്ട്രെങ്ത്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, ടൈം ഈസ് മണി, ലേസിനെസ് ഈസ് കീ ടു പോവേർട്ടി, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇൻ നോട്ട് ഗോൾഡ് അല്ലേ? അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അല്ലേ? അതിൻ്റെയൊക്കെ അറബി നമ്മൾ പറഞ്ഞിരുന്നു. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, എഴുതിയ ആളുകൾ സെൻഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. സെൻഡ് ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. ബാക്കിയുള്ള ആളുകൾ അതവരുടെ നോട്ടിലുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇല്ല എങ്കിൽ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. ഓക്കെ, അപ്പോൾ അത് എഴുതാത്ത ആളുകൾ ഞാൻ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞിരുന്നു അല്ലേ? ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അത് ക്ലാസ്സിൽ വെച്ച് തന്നെ കേട്ടെഴുതിയാൽ മാത്രം മതി അല്ലേ? ഇനി ട്രാൻസ്ലേറ്റ് ഇൻ ടു ഇംഗ്ലീഷ് അല്ലേ? കുറേ അറബിയിലുള്ള പ്രോവർബുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇംഗ്ലീഷ് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രോവർബുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഭാഷയിലും പ്രോവർബുകളുണ്ട്, പഴംചൊല്ലുകളുണ്ട്. ഓക്കെ, അപ്പോൾ അറബിയിൽ പറയുന്ന അതേ ആശയത്തിലായിരിക്കില്ല, അതേ മീനിങ് ആയിരിക്കില്ല മലയാളത്തിലുള്ളത് പോലെ ആയിരിക്കില്ല ഇംഗ്ലീഷിലുള്ളത്. ഓക്കെ, മീനിങ് എല്ലാത്തിലും ഒന്നാണെങ്കിലും അതിന് പല രീതിയിലുള്ള വേർഡ്സും വാചകങ്ങളും ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് നേരിട്ട് നമ്മൾ ഇതിലുള്ളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അതിൻ്റെ മീനിങ് നമുക്ക് കിട്ടില്ല, കറക്റ്റ് മെസ്സേജ് അല്ല നമുക്ക് കിട്ടുക. അതുകൊണ്ട് അതിൻ്റെ അതേ മീനിങ് വരുന്ന ഇംഗ്ലീഷിലുള്ള കാര്യങ്ങളാണ്, പ്രോവർബുകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അത് ഈ ക്ലാസ്സിന് ശേഷം ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് കോപ്പി ചെയ്താൽ മാത്രം മതി. ഓക്കെ, നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും ഇപ്പം ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ക്ലാസ്സിന് ശേഷം ഞാനത് ഒരു ഇമേജായിട്ട് ഗ്രൂപ്പിലിടുന്നുണ്ട്, അതെല്ലാവരും കോപ്പി ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ നെക്സ്റ്റ് ലെസണാണ്. ഇതാണ് നിങ്ങൾ എഴുതേണ്ട ഭാഗം അല്ല? ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇമേജായിട്ട് അയക്കുന്നത്. ഇവിടെ ഈ ബ്ലാങ്കുള്ള ഭാഗത്താണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്കുള്ളത് നെക്സ്റ്റ് ലെസണാണ്, ലെസൺ 8. ഇല സൂഖ്, ടു ദ മാർക്കറ്റ്. ഓക്കെ, നോക്കാം നമുക്ക്. ഖാലിദ് ഒരാളുടെ പേരാണ് അല്ലേ? രണ്ട് ആളുകൾ തമ്മിൽ നടക്കുന്ന സംസാരം, കോൺവെർസേഷൻ അല്ലേ? അതിന് അറബിയിൽ പറയുന്ന പേരാണ് അൽ ഹിവാർ. ഓക്കെ, ഹിവാർ എന്ന് വെച്ചാൽ കോൺവെർസേഷൻ അല്ലേ? രണ്ട് കോൺവെർസേഷൻ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അൽ ഹിവാർ ഫിൽ ബൈത്ത് അല്ലേ? വീട്ടിൽ വെച്ച് നടക്കുന്ന രണ്ട് കോൺവെർസേഷൻ. ഒന്ന് ഉപ്പയും മകനും തമ്മിൽ നടക്കുന്ന കോൺവെർസേഷൻ, ഒന്ന് ഉമ്മയും മകളും തമ്മിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഉമ്മയും മകനും തമ്മിൽ നടക്കുന്ന കോൺവെർസേഷൻ അല്ലേ? ഇതാരൊക്കെ തമ്മിലാണ്? രണ്ട് ഫ്രണ്ട്സാണ് അല്ലേ? രണ്ട് ഫ്രണ്ട്സിൽ ഒരാളുടെ പേര് ഖാലിദാണ്, ഒരാളുടെ പേര് ജാബിറാണ്. ഓക്കെ, നല്ല പേരുകളാണല്ലോ അല്ലേ? ഖാലിദും ജാബിറും രണ്ട് അല്ലേ ഫ്രണ്ട്സ്, അവർക്കിടയിൽ നടക്കുന്ന ഒരു കോൺവെർസേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ടു ദ മാർക്കറ്റ് അല്ലേ? മാർക്കറ്റിലേക്ക് എന്ന ഒരു ഹെഡിങ് ആണ് അതിനുള്ളത്. ഖാലിദ് പറയാണ്, മസാ അൽ ഖൈർ യാ അഹ്മദ് അല്ലേ? മസാ അൽ ഖൈർ,
ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ആദ്യം പറയേണ്ട കാര്യം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ കോൺവെർസേഷനിൽ പറഞ്ഞത് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം അല്ലേ. അതിന് പകരം ഇങ്ങനെയും യൂസ് ചെയ്യാം, മസാ ഉൽ ഖൈർ അല്ലേ. മസാ എന്ന് വെച്ചാൽ ഈവനിങ്, അപ്പോൾ മസാ ഉൽ ഖൈർ എന്ന് വെച്ചാൽ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് യാ അഹ്മദ് അല്ലേ. ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട് എന്ന് ഫ്രണ്ടിനോട് പറയണം. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് ജാബിർ പറയാണ് മസാ ഉന്നൂർ അല്ലേ. മസാ ഉന്നൂർ അല്ലേ, ഗുഡ് ഈവനിങ് എന്ന് റിപ്ലൈ ചെയ്യുന്നതിനാണ് മസാ ഉന്നൂർ എന്ന് പറയാം. പക്ഷേ മസാ ഉന്നൂർ എന്നത് റിപ്ലൈ ആണ്, മറ്റേതാണ് ആദ്യം പറയേണ്ടത്. ഓക്കെ, മസാ അൽ ഖൈർ മസാ അന്നൂർ അതാണ് കറക്റ്റ് കേട്ടല്ലോ. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെയും നമുക്ക് പറയാം, മസാ അൽ ഖൈർ മസാ അന്നൂർ. അപ്പോൾ മസാ അന്നൂർ യാ ഖാലിദ് അല്ലേ. ഖാലിദേ ഗുഡ് ഈവനിങ് അല്ലേ. ഖാലിദിനോട് തിരിച്ചും ഗുഡ് ഈവനിങ് പറയാണ്. കൈഫ ഹാലുക അല്ല, ഇത് ഞാൻ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്. കൈഫ ഹാലുക, എങ്ങനെയുണ്ട്, എന്താണ് നിൻ്റെ വിശേഷം, ഹൗ ആർ യു എന്നാണ് കൈഫ ഹാലുക എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അതിന് പറയുന്ന ഖാലിദ് പറയുന്ന ഒരു മറുപടി ഉണ്ട്, ആ മറുപടിയും ഞാൻ പറയാറുണ്ട് ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ അല്ലേ. ത്വയ്യിബുൻ വൽഹംദുലില്ലാ കുല്ലുക്കും ത്വയ്യിബുൻ എന്ന് ഞാൻ പറയാറില്ലേ. യെസ്, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് പറയുന്നത്. ത്വയ്യിബുൻ ഐ ആം ഫൈൻ. ത്വയ്യിബുൻ എന്നതിന് ഖൈർ എന്ന് ഉപയോഗിക്കാം, സെയിൻ എന്നുപയോഗിക്കാം, എന്തുപയോഗിച്ചാലും കുഴപ്പമില്ല. കൈഫൽ ഹാൽ എന്ന് ചോദിക്കുന്നതിന് റിപ്ലൈ ആയിട്ട് ഖൈർ എന്നുപയോഗിക്കാം, ത്വയ്യിബ് എന്നുപയോഗിക്കാം, അതേപോലെ സെയിൻ എന്നുപയോഗിക്കാം അല്ല. സെയിൻ അൽഹംദുലില്ലാ എന്ന് പറയാം, ത്വയ്യിബ് അൽഹംദുലില്ലാ എന്ന് പറയാം, ഖൈർ അൽഹംദുലില്ലാ എന്ന് പറയാം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാൽ ഇതാണ് ഒരു കോൺവെർസേഷൻ്റെ മെത്തേഡ്. ഓക്കെ, ആദ്യം പറയുന്ന കാര്യങ്ങൾ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, അതല്ലെങ്കിൽ മസാ അൽ ഖൈർ മസാ അന്നൂർ, എന്നിട്ട് കൈഫ ഹാലുക ഹൗ ആർ യു അല്ലേ, പിന്നെ ഐ ആം ഫൈൻ, ത്വയ്യിബ് അൽഹംദുലില്ലാ. ഇല ഐന അൻത അല്ലേ, വേർ ആർ യു ഗോയിങ്, നീ എങ്ങോട്ടാണ് പോകുന്നത്. ഇല ഐന അൻത, നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജാബിർ പറയാണ് ഇല സൂഖ് ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നതാണ് നമ്മുടെ ഹെഡിങ് അല്ലേ. നമ്മുടെ ഈ ലെസൻ്റെ പേരതാണ് ഇല സൂഖ്, ഞാൻ മാർക്കറ്റിലേക്ക് പോവാണ്. തുരീദു ഷൈഅൻ അല്ലേ, എന്തെങ്കിലും വാങ്ങണോ എന്നാണ് ചോദിക്കുകയാണ്. തുരീദു, നീ ഉദ്ദേശിക്കുന്നുണ്ടോ, ഷൈഅൻ നീ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നീ എന്തെങ്കിലും വാങ്ങാൻ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് അവിടെ ഉദ്ദേശം. കറക്റ്റ് അതിൻ്റെ മീനിങ് നീ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോകണം, എനിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. യെസ്, അപ്പോൾ ഖാലിദ് പറയാണ് മഷ്കൂറൻ, താങ്ക്സ്, ആ ചോദിച്ചതിന് താങ്ക്സ് പറയാണ്. മാതാ തുരീദു, നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുവെച്ചാൽ നീ എന്താണ് വാങ്ങുന്നത്, നീ എന്താണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മാർക്കറ്റിൽ പോയിട്ട് നീ എന്താണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. മാതാ തുരീദു, തുരീദ് എന്ന് വെച്ചാൽ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ മീനിങ്. അപ്പോൾ കടയിൽ പോകുമ്പോൾ നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നീ എന്ത് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ജാബിർ പറയാണ് ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു, ബഅള എന്ന് പറഞ്ഞാൽ കുറച്ച് അല്ലേ, അല്പം, അൽ ഖദറവാത്ത് എന്നുവെച്ചാൽ ഖദറവാത്ത് എന്താ അറിയാലോ, വെജിറ്റബിൾസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാതാ ഫിൽ കീസ്, മാതാ ഫിൽ കീസ്, നിൻ്റെ കീസിൽ എന്താണ് ഉള്ളത് എന്ന് ചോദിക്കും. ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്, നിൻ്റെ കീസിൽ എന്താ ഉള്ളത് എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ഖാലിദ് പറയാണ് അത്തമാത്തു വൽ ബത്താത്ത വ ബാമിയ അല്ലേ. അവൻ്റെ പച്ചക്കറി വാങ്ങിയ കിറ്റാണ് ഇവിടെ കീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. പച്ചക്കറി വാങ്ങി കൊണ്ടുപോകുന്നൊരു കവറുണ്ടല്ലോ, അതിനാണ് കീസ് അല്ലേ. കീസ് നമ്മൾ മലയാളത്തിലും ഉപയോഗിക്കാറുണ്ട്. കീസ് എന്ന പദം മലയാളമല്ല, അത് അറബിയാണ് കേട്ടല്ലോ, നിങ്ങളറിയാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കവറിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഖാലിദ് പറയാണ് തമാത്തു എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ അല്ലേ, ടൊമാത്തിം എന്നതിന് പറയാറുണ്ട് അല്ലേ. ബത്താത്ത എന്ന് വെച്ചാൽ പയർ അല്ലെ, ബീൻസ്, അതിന് അങ്ങനെ പറയാം ബത്താത്ത.
വ ബാമിയ. ബാമിയ എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഖദറവാത്ത് പഠിച്ച ആളുകളാണ് നിങ്ങൾ. ഖദറവാത്ത് എന്താണ്? വെജിറ്റബിൾസിൽ പെട്ട ഒന്നാണ് ബാമിയ. എന്താണ് ബാമിയ? യെസ്, ലേഡീസ് ഫിംഗർ അല്ലേ? വെണ്ടയ്ക്കൊക്കെയാണ് നമ്മൾ ബാമിയ എന്ന് പറയാം. ഈ ഒരു യൂണിറ്റ്, ഈ ഒരു ലെസൺ എന്തിനുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഫ്രൂട്ട്സിൻ്റെയും അതേപോലെ വെജിറ്റബിൾസിൻ്റെയും പേരുകൾ അറബിയിൽ വേർതിരിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതോടൊപ്പം ഒരു കോൺവെർസേഷനും പഠിക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിൻ്റെ കീസിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ കുറച്ച് പച്ചക്കറികളുടെ പേര് പറയാണ്. മിൻ ഐന ഹാദിഹി. മിൻ ഐന. ജാബിർ ചോദിക്കുകയാണ് മിൻ ഐന, എവിടെ നിന്നാണ്, ഹാദിഹി ഇത് അല്ല, നീ ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് അല്ലേ? മിൻ എന്ന് വെച്ചാൽ ഫ്രം, നിന്ന് അല്ലേ? ഐന, എവിടെ നിന്നാണ്, ഹാദിഹി ഇത് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത്രയും നല്ല പച്ചക്കറികൾ, അട്ടിപ്പൊളി അല്ലേ? പച്ചക്കറികൾ അല്ലെങ്കിൽ വെജിറ്റബിൾസ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ഖാലിദ് പറയാണ് ഉൻദുർ അല്ലേ? അങ്ങോട്ട് നോക്കൂ. ഖാലിദ് പറയാണ് അല്ലേ? ലുക്ക് ദെയർ, അവിടേക്ക് നോക്കൂ, അങ്ങോട്ട് നോക്കൂ. ഹുനാക്ക താജിറുൻ, അവിടെ അതാ അല്ലേ? അവിടെ. ദെയർ, ഹുനാക്ക എന്ന് പറഞ്ഞാൽ ദെയർ അല്ലേ? അവിടെ. താജിറുൻ, അവിടെ അതാ ഒരു കച്ചവടക്കാരൻ, ഒരു വെജിറ്റബിൾ കട അതാ അവിടെ എന്ന് ചൂണ്ടിക്കാണിക്കുക. ആ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് എന്ന് ഖാലിദ് പറയാണ്. അപ്പോൾ ജാബിർ പറയാണ്, ചോദിക്കുകയാണ് കൈഫ സിഅർ. സിഅർ എന്ന് പറഞ്ഞാൽ വില. എന്താണ് സിഅർ? എന്താണ് വില. കൈഫ സിഅർ, എങ്ങനെയുണ്ട് വില അല്ലേ? സാധനങ്ങളുടെ വിലയൊക്കെ എങ്ങനെയുണ്ട്? നല്ല വിലക്കുറവാണോ അല്ലേ? നമ്മൾ സാധനം വാങ്ങാൻ പോവുകയാണെങ്കിൽ നല്ല വില കൂടിയ ഡ്രസ്സുകൾ എടുക്കില്ല എന്നല്ല, സാധനങ്ങൾ എടുക്കില്ല എന്നല്ല, നല്ല വിലയും കൊടുക്കണം. സാധനം ക്വാളിറ്റി ഇല്ലെങ്കിലോ നമ്മൾ വാങ്ങുമോ? ഇല്ല. അപ്പോൾ ചോദിക്കുകയാണ് നല്ല വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് ജാബിർ ചോദിക്കുകയാണ്. അപ്പോൾ ഖാലിദ് പറയാണ് റഹീസുൻ ജിദ്ദൻ അല്ലേ? കുഴപ്പമില്ല, റഹീസാണ് അല്ലേ? നമ്മളെ കൊണ്ട് കഴിയുന്നതാണ്. ചെറിയ സംഖ്യയുള്ളൂ എന്ന് വെച്ചാൽ ചെറിയ വിലയുള്ളൂ, കുറഞ്ഞ വിലയാണ് സാധനങ്ങൾക്കൊക്കെ ഉള്ളത്. ജിദ്ദൻ, ജിദ്ദൻ എന്ന് വെച്ചാൽ വെരി, ഇംഗ്ലീഷിൽ VERY അല്ലേ? വളരെ എന്ന് മലയാളത്തിൽ പറയും അല്ലേ? റഹീസുൻ ജിദ്ദൻ, വളരെ ചീപ്പ് റേറ്റാണ് എല്ലാത്തിനുള്ള. എങ്ങനെയുണ്ട് റേറ്റൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അല്ലേ? റഹീസുൻ ജിദ്ദൻ, വളരെ ചീപ്പ് റേറ്റാണ്. ഓക്കെ, അപ്പോൾ ജാബിർ ശുക്രൻ, ഖാലിദ് അഫ്വൻ അല്ല, ഇങ്ങനെയാണ് ഒരു സംഭാഷണത്തിൻ്റെ രൂപം. ഓക്കെ, ഇതാ നോക്കൂ അല്ലേ? ഒരു സംഭാഷണം ആദ്യവും അവസാനവും നമ്മൾ കണ്ടു. മസാ അൽ ഖൈർ അല്ലെങ്കിൽ മസാ അൽ ഖൈർ മസാ അൻ നൂർ, അതല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം അല്ലേ? പിന്നെ നമ്മൾ ഒരു എന്താ പറയുക, കോൺവെർസേഷൻ ആകുമ്പോൾ അതിൽ ഒരു ചോദ്യം ഒരു ഉത്തരം, ചോദ്യം ഉത്തരം അതെല്ലാം ഉണ്ടാവുക സാധാരണ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പഠിക്കണം, കോൺവെർസേഷൻ എങ്ങനെ എഴുതാൻ പഠിക്കുക എന്നുള്ളതാകുമ്പോൾ ആദ്യം അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, അല്ലെങ്കിൽ സുബാ അൽ ഖൈർ സുബാഹൻ നൂർ അല്ലെ, ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ മസാ അൽ ഖൈർ മസാ അൻ നൂർ, ഗുഡ് ഈവനിങ്. പിന്നെ കൈഫൽ ഹാൽ, കൈഫൽ ഹാൽ എന്താ? അല്ലെങ്കിൽ കൈഫ ഹാലുക്ക, ഹൗ ആർ യു? അപ്പോൾ ഖൈർ അൽഹംദുലില്ലാ, സെയിൻ അൽഹംദുലില്ലാ, തൊയ്യീബ് അൽഹംദുലില്ലാ അല്ലേ? ഐ ആം ഫൈൻ എന്ന് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ ചോദിക്കാം. എവിടേക്കാണ്, എവിടെ നിന്നാണ് അല്ലേ, എങ്ങനെയുണ്ട്, എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഐന, ഐന എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കണം അല്ലേ? വേർ, എവിടെ. അതേപോലെ മാതാ, വാട്ട്, എന്ത് അല്ലേ? കൈഫ, എങ്ങനെ, ഹൗ അല്ലേ? അതേപോലെ നമ്മൾ ഹൽ, ഉണ്ടോ അല്ലെങ്കിൽ ആണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഹൽ ഉപയോഗിക്കും അല്ലേ? മൻ, ഹു, മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നതിന് നമ്മൾ മൻ എന്നാണ് ഉപയോഗിക്കുക. അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതാണ്. ഞാൻ ഇതിനോടൊപ്പം അയക്കുന്ന ഒരു കാര്യം, അറബി പ്രോവർബുകളുടെ ഇംഗ്ലീഷ് നിങ്ങൾ നോട്ടിലേക്ക് കോപ്പി ചെയ്യുക.
മാത്രമല്ല ഇതിൽ മീനിങ് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ട് അതിൻ്റെ മീനിങ്ങും നിങ്ങൾ ഈ വീഡിയോ കേട്ടിട്ട് എഴുതുക. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.